നമ്മുടെ മുന്നത്തെ അടിച്ചുപോയ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കിടിലൻ സിനിമകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരം സിനിമകളൊക്കെ മറ്റ് ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഒരു സജഷനായിട്ട് വരുന്ന സമയത്ത് പല ആളുകൾ അതിൻ്റെ ലിങ്ക് ഉണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതിനെ കമൻ്റൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ഇതാരെയും കാണാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നേക്കിഡ് ഫിയർ എന്നാണ് സിനിമയുടെ പേര്. 2007 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. ഈ ഹണ്ടറിൻ്റെ ഒരു സൈക്കോത്തരം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊന്നും ഇല്ലാതെ അയാൾ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഒരു മലമ്പ്രദേശത്ത് വിട്ടുകളയും. ഡ്രസ്സൊന്നും ഇല്ലാതെ അവർ ആ ഒരു മുള്ളും ആ ഒരു മൃഗങ്ങളൊക്കെയുള്ള ആ ഒരു മലമ്പ്രദേശത്തുകൂടെ വഴിയറിയാതെ ഓടുകയാണ്. ഈ സമയം വളരെ ദൂരത്തിരുന്നിട്ട് ഈ ഹണ്ടർ ഇവരെ വെടിവെച്ച് കൊല്ലും. ഭയങ്കര സ്മൂത്തായിട്ടുള്ള ചില കൊലപാതകങ്ങൾ, ആരും അറിയുന്നില്ല. ആരും ഈ മലമ്പ്രദേശത്തായതുകൊണ്ട് തന്നെ ഈ ബോഡിയൊന്നും റിക്കവർ ചെയ്യാനൊന്നും പല ആളുകളും എത്തുന്നില്ല. പക്ഷേ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നറിയാം. പോലീസുകാരും ഈ ഒരു ഹണ്ടറിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഡയാന എന്നൊരു പെൺകുട്ടി, അവൾ പുതിയ ജോലിയൊക്കെ അന്വേഷിച്ച് ന്യൂ മെക്സിക്കോയിലെത്തുകയാണ്. മെക്സിക്കോ നമുക്കറിയാമല്ലോ, ഭയങ്കര കൗബോയ്സിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ളൊരു വട്ടത്തൊപ്പിയൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആളുകളാണ്. ആദ്യമൊക്കെ അവൾക്കൊരു ജോലിയൊന്നും കിട്ടുന്നില്ല. പിന്നെ അവളൊരു സ്ട്രിപ്പറായിട്ട്, ഒരു ഡാൻസ് ക്ലബ്ബിൽ സ്ട്രിപ്പറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇവിടെ വെച്ചിട്ട് ഒരു രാത്രിയിൽ ഇവളെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ ഹണ്ടറാണ് ഇയാൾ തട്ടിക്കൊണ്ടു പോകുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കം എണീറ്റ് അല്ലെങ്കിൽ ആ ഒരു ബോധം തിരിച്ചു വരുന്ന സമയത്ത് അവൾ കാണുന്നത് അവൾക്ക് ഡ്രസ്സൊന്നും ഇല്ല. അവളൊരു സ്ഥലത്ത് ഇങ്ങനെ വിജനമായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. ഒന്ന് പൊത്തിപ്പിടിക്കാൻ പോലും ഉള്ള ഒരു ത്രാണിയില്ലാത്തൊരു പെൺകുട്ടിയാണ്. അല്ലെങ്കിലേ ഭയങ്കര പ്രശ്നത്തിലുള്ളൊരു പെണ്ണാണ്. അതിൻ്റെ കൂടെ ഈ പ്രശ്നം. അങ്ങനെ ഇവൾ ഈ പറഞ്ഞ കള്ളിമുൾച്ചെടികളുടെ കൂടെയും ഒക്കെ ഇങ്ങനെ ഓടുകയാണ്. അവളുടെ പിന്നാലെ ഒരു ഹണ്ടർ ഉണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നു. പല സമയത്തും അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അവൾ ഓടി പല ഭാഗത്തേക്ക് പോവുകയാണ്. പല സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥയാണ് നേക്കിഡ് ഫിയർ എന്ന് പറഞ്ഞ ഈ ഒരു കിഡിലൻ സിനിമ. ആരാണ് ഇതിലെ ഹണ്ടർ എന്നുള്ളതാണ് ഇതിലെ ഭയങ്കര ട്വിസ്റ്റ്. അതായത് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ കുറേ ആൾക്കാരെയൊക്കെ കാണിച്ചിട്ട് അവരിൽ ഒരാളായിരിക്കും ഏറ്റവും അവസാനം വരുന്ന ഹണ്ടർ. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ നേക്കിഡ് ഫിയർ എന്നൊരു സിനിമ. നമുക്ക് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റുള്ള ഇത്തരത്തിലുള്ളൊരു വെറൈറ്റി ഹണ്ടറുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വെറൈറ്റി കില്ലിംഗ് രീതിയുള്ള ഒരു സിനിമയാണ് നേക്കിഡ് ഫിയർ എന്നൊരു സിനിമ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ മുന്നേ പറഞ്ഞൊരു കഥയാണ്. പല ആളുകളും നമ്മുടെ ചാനലിലുള്ള പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.